കോർപ്പറേറ്റ് റെഗുലേഷൻ്റെ ഒരു പുതിയ പാർട്ടിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കമൻസ്മെന്റ് ഓഫ് ബിസിനസ് ആണ്. സെക്ഷൻ 11 പ്രകാരം എങ്ങനെയാണ് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക എന്നാണ്. ലെറ്റ് us ഡിസ്കസ് ഇറ്റ്. നോക്കുക. Under the previous Act 1956, a private company or a public company having no share capital can start business from the dates of its incorporation. അതായത് ഇവിടെ പറയുന്നത് അണ്ടർ ദ കമ്പനീസ് ആക്ട്, പ്രീവിയസ് ആക്ട് ആയിട്ടുള്ള 1956 ആക്ട് പ്രകാരം ഏതൊരു കമ്പനിക്കും ഷെയർ ക്യാപിറ്റൽ ഇല്ലെങ്കിൽ പോലും കമ്പനി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ദേ ക്യാൻ സ്റ്റാർട്ട് ഫങ്ഷനിങ്. എന്നാൽ നോക്കുക, നൗ ദ ഡേറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ ഓഫ് എ കമ്പനി ഷാൾ നോട്ട് ദ ഡേറ്റ് ഓഫ് ദ കമൻസ്മെന്റ് ഓഫ് ദ ബിസിനസ്. എന്നാൽ ഇന്ന് നമ്മൾക്ക് ഡേറ്റ് ഓഫ് registration or date of incorporation, it's not the date of the commencement of business. അതായത് കമ്പനീസ് ആക്ട് 1956 പ്രകാരം നമ്മൾ രജിസ്ട്രേഷൻ കിട്ടിയ ആ ഡേറ്റ് മുതൽ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാമായിരുന്നു. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് നമ്മൾക്ക് ഒരു ഇൻകോർപ്പറേറ്റ് ആയി കഴിഞ്ഞാലും നമുക്ക് ഫംഗ്ഷനിങ് തുടങ്ങാൻ പറ്റില്ല. അതിന് മറ്റൊരു സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. ആ സർട്ടിഫിക്കറ്റിന്റെ പേരാണ് എന്ത്? സർട്ടിഫിക്കറ്റ് ഓഫ് കമൻസ്മെന്റ് ഓഫ് ബിസിനസ്. അത് വെദർ ഇറ്റ് ഈസ് പ്രൈവറ്റ് കമ്പനി ഓർ പബ്ലിക് ലിമിറ്റഡ് കമ്പനി, ഏത് കമ്പനി ആണെങ്കിലും ആ കമ്പനി സർട്ടിഫിക്കറ്റ് ഓഫ് കമൻസ്മെന്റ് ഓഫ് ബിസിനസ് ഒബ്റ്റെയിൻ ചെയ്താൽ മാത്രമേ അതിന് പ്രവർത്തിക്കാൻ പറ്റുകയുള്ളൂ. എന്നാൽ ആദ്യ കാലങ്ങളിൽ ഏതൊരു കമ്പനിയും 1956 ആക്ട് പ്രകാരം രജിസ്റ്റേർഡ് ആണെങ്കിൽ അവർക്ക് ഇൻകോർപ്പറേഷൻ്റെ അന്ന് തന്നെ ഫംഗ്ഷനിങ് ചെയ്യാം. ഓക്കെ, ഇത് 2-3 കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്ത് കഴിഞ്ഞാൽ അത്രയേ ഉള്ളൂ. നമുക്ക് രജിസ്ട്രാർ ഓഫീസർ എടുത്തത് കൊടുത്തു കഴിഞ്ഞാൽ, രജിസ്ട്രാർ എടുത്ത് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യും. അതെന്താ നമുക്ക് നോക്കാം. നോക്കുക. Under the section 11 of the Companies Act 2013, if the company has the share capital, it shall not commence the business until. ഒരു കമ്പനിക്ക് 2013 കമ്പനീസ് ആക്ട് പ്രകാരം, അമെൻമെന്റ് ആക്ട് പ്രകാരം എന്ത് ചെയ്യുക? ഇഫ് ദ കമ്പനി ഹാസ് ദ ഷെയർ ക്യാപിറ്റൽ, കമ്പനിക്ക് ഷെയർ ക്യാപിറ്റൽ ഉണ്ട്, ഇറ്റ് ഷാൾ നോട്ട് കമൻസ് ദ ബിസിനസ്. എന്നാൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. ഏതുവരെ? എന്തുകൊണ്ടാണ് അങ്ങനെ? അതാണ് നമ്മൾ നോക്കുന്നത്. നോക്കുക. A declaration is filed by the director of the company in the form INC 21 along with the fees as per the company's rule. അപ്പോൾ എന്ത് ചെയ്യണം? ഈ ഡേറ്റ് ഓഫ് നമ്മൾ ഇൻകോർപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പനി ഡയറക്ടർ വേറൊരു ആപ്ലിക്കേഷൻ കൂടിയും രജിസ്ട്രാർക്ക് കൊടുക്കണം. ഡയറക്ടറാണ് അത് കൊടുക്കേണ്ടത്. കമ്പനി ഡയറക്ടർ ആർക്ക് കൊടുക്കണം? കമ്പനി രജിസ്ട്രാർക്ക് കൊടുക്കണം. ഫോം നമ്പർ 21 ആണ്. ആ 21 എന്ത് ചെയ്യണം? ദ കണ്ടന്റ് ഓഫ് ദ ഫോം INC 21 ഷാൾ ബി വെരിഫൈഡ് ബൈ എ കമ്പനി സെക്രട്ടറി ഓർ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഓർ കോസ്റ്റ് അക്കൗണ്ടന്റ് ഇൻ പ്രാക്ടീസ് വിത്ത് ദ രജിസ്ട്രാർ ദാറ്റ്. അതായത് നമ്മൾ ഫോം 21 കൊടുത്തു കഴിഞ്ഞാൽ, അതിൻ്റെ ഡയറക്ടർ കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ കണ്ടന്റ് അത് രജിസ്ട്രാറുടെ അടുത്തുള്ള കമ്പനി സെക്രട്ടറി അല്ലെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റോ കോസ്റ്റ് അക്കൗണ്ടന്റോ എന്ത് ചെയ്യുന്നു? അത് വെരിഫൈ ചെയ്യും. അതിൽ പറയുന്ന 2 പോയിന്റ് ഉണ്ട്. എങ്ങനെയൊക്കെയാണ് വെരിഫൈ ചെയ്യുന്നത് അത് നോക്കാം. എവരി സബ്സ്ക്രൈബ്, ഈ 2 പോയിന്റാണ് ഈ ഫോം 21 അവർ വെരിഫൈ ചെയ്യുക. ഒന്ന് പറയുന്നത് എവരി സബ്സ്ക്രൈബർ ടു ദ മെമ്മോറാണ്ടം ഹാസ് പെയ്ഡ് ദ വാല്യൂ ഓഫ് ദ ഷെയർ എഗ്രീഡ് ടു ബി ടേക്കൺ ബൈ ഹിം. അതായത് ഈ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിൽ ഷെയർ ഹോൾഡേഴ്സിൻ്റെ പേരുണ്ടായിരിക്കും, അതായത് ഷെയർ സബ്സ്ക്രൈബേഴ്സിൻ്റെ പേരുണ്ടായിരിക്കും. അവർക്ക് എപ്പോൾ മാത്രമാണ് അവർക്ക് അതിൽ എൻട്രി കിട്ടുക അതിലോട്ട്? അവർ എത്ര ഷെയർ ആണ് എടുക്കുന്നത് ആ ഷെയറിൻ്റെ ഫുൾ എമൗണ്ട് അടച്ചാൽ മാത്രമാണ്. അങ്ങനെ ഈ ഷെയർ കോട്ട് ചെയ്ത ആളുകൾ ഫുൾ എമൗണ്ട് അടച്ചിക്കണോ അടച്ചിട്ടില്ലേ എന്ന് നോക്കും. അതാണ് ഫസ്റ്റ് വെരിഫിക്കേഷൻ ചെയ്യാം. രണ്ടാമത് പറയുന്നത് the paid up share capital of the company is not less than 5 lakhs in the case of a public company and not less than 1 lakh in the case of the private company on the date of making this declaration. അതായത് നമ്മൾക്കറിയാം, ഒരു പ്രൈവറ്റ് കമ്പനിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ 1 lakh ആണ് അതിൻ്റെ സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ, പേഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. എന്നാൽ ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിക്ക് 5 ലക്ഷം ആണ് വേണ്ടത്. ഇത് രണ്ടും കമ്പനിക്ക് ഉണ്ടോ എന്ന് കൂടിയും അവർ വെരിഫൈ ചെയ്യും. അപ്പോൾ ആദ്യം വെരിഫൈ ചെയ്യുന്നത് ഫോം 21 വെരിഫൈ ചെയ്യുന്നത്, ഒന്നാമത് ആരൊക്കെയാണ് ഈ കമ്പനിയുടെ ഷെയർ വാങ്ങാമെന്ന് റെഡി ആയിട്ടുള്ള അവർ ഷെയർ അതിന് ഫുൾ എമൗണ്ട് അടച്ചിട്ടുണ്ടോ? ഫസ്റ്റ് കണ്ടീഷൻ. സെക്കൻഡ് കണ്ടീഷൻസ് എന്ന് പറയുന്നത് പബ്ലിക് കമ്പനിക്കും പ്രൈവറ്റ് കമ്പനിക്കും മിനിമം ക്യാപിറ്റൽ റിക്വയർമെന്റ് ആയ 5 lakhും 1 lakhും ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ടോ? ഈ 2 കാര്യങ്ങളും അവർ ചെക്ക് ചെയ്യും. അതാണ് എ എന്ന് പറയുന്ന കാര്യത്തിൽ ഫോം 21 ചെക്ക് ചെയ്യുന്ന 2 ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ. ഇനി
നമ്മൾ പറയുന്നത് ബി നോക്കുക, ദ കമ്പനി ഹാസ് ഫയൽഡ്. അപ്പോൾ ഫസ്റ്റ് സെക്ഷൻ കഴിഞ്ഞു, ഫോം നമ്പർ 21. ഇനി നോക്കുക, ദ കമ്പനി ഹാസ് ഫയൽഡ് വിത്ത് രജിസ്ട്രാർ എ വെരിഫിക്കേഷൻ. പിന്നെ ആദ്യം നമ്മൾ അവിടെ കൊടുത്തത് 21 ഫോം ആയിരുന്നു. ഇവിടെ നമ്മൾ ഒരു വെരിഫിക്കേഷൻ കൊടുക്കുന്നുണ്ട് രജിസ്ട്രാർക്ക്. എന്താ കൊടുക്കുന്നത്? വെരിഫിക്കേഷൻ ഓഫ് ഇറ്റ്സ് രജിസ്ട്രേർഡ് ഓഫീസ്. അതിൻ്റെ രജിസ്ട്രേർഡ് ഓഫീസ് നോക്കും. ആസ് പ്രൊവൈഡഡ് ഇൻ subsection 2 of the section 12 and to obtain a certificate from the registrar of the companies for the commencement of the business. നമ്മൾ കമ്പനി രജിസ്റ്റർ ചെയ്ത ആ രജിസ്ട്രേർഡ് ഓഫീസിന്റെ വെരിഫിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ്. എവിടെയാണ് അത് രജിസ്റ്റർ ചെയ്തത് അതുകൂടിയും അത് വെരിഫൈ ചെയ്യാനും കൂടിയും ഒരു ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടതുണ്ട്. അത് എന്ത് പ്രകാരമായിരിക്കണം? സെക്ഷൻ 12 പ്രകാരമായിരിക്കണം. അതിലും നമ്മൾ ഡാറ്റാസ് ഒക്കെ ക്ലിയർ ആയിട്ട് കാണിക്കണം. ഓക്കെ, ഇത് രണ്ടും കമ്പനി രജിസ്ട്രേർഡ് ഓഫീസും വെരിഫൈ ചെയ്യും. ഫോം 21ലുള്ള രണ്ട് കണ്ടീഷൻ ഏതൊക്കെയാണ്? ഒരു കണ്ടീഷന് ഈ സബ്സ്ക്രൈബേഴ്സ് എല്ലാം ക്യാഷ് തന്നിക്കണം ഷെയറിന്റെ. രണ്ടാമത് പറയുന്നത് പബ്ലിക് കമ്പനിക്കും പ്രൈവറ്റ് കമ്പനിക്കുള്ള മിനിമം ക്യാപിറ്റൽ റിക്വയർമെന്റും കിട്ടിയിട്ടുണ്ടോന്ന്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഫുൾഫിൽ ചെയ്ത് കഴിഞ്ഞാൽ നോക്കാം, എ ന്യൂ കമ്പനി വെദർ പബ്ലിക് ഓർ പ്രൈവറ്റ് വിൽ കോംപ്ലി വിത്ത് ദ റിക്വയർഡ് ഫോർമാലിറ്റീസ് ആൻഡ് ഒബ്റ്റെയിൻ ദ കമൻസ്മെന്റ് ഓഫ് business certificate from the registrar as soon as possible after the formation, because it cannot be commence any business activities or exercise its borrowing powers without it. അപ്പോൾ ഇവിടെ പറയുന്നത് ഈ എ ബി എന്ന് പറയുന്ന രണ്ട് കണ്ടീഷൻ, അതിൽ എയിൽ പറയുന്ന രണ്ട് കണ്ടീഷൻ പഠിച്ചു, ബിയിൽ കണ്ടീഷൻ ഒന്നും പറയുന്നില്ല. അവിടെ വെരിഫിക്കേഷൻ ഓഫ് രജിസ്ട്രേർഡ് ഓഫീസ് മാത്രമേ ഉള്ളൂ. ഇതും ക്ലിയർ ആയി പക്കയായി കഴിഞ്ഞാൽ ഇവരെന്ത് ചെയ്യും? സർട്ടിഫിക്കറ്റ് ഓഫ് കമൻസ്മെന്റ് രജിസ്ട്രാർ കമ്പനിക്ക് കൊടുക്കും. അത് കൊടുത്തു കഴിഞ്ഞാൽ ഉടനടിക്ക് കമ്പനിക്ക് എന്ത് ചെയ്യുക? സ്റ്റാർട്ട് ഫംഗ്ഷനിങ്. അപ്പൊ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഏതെങ്കിലും ഒരാൾ പറയുകയാണ് ഇത് രജിസ്ട്രേർഡ് കമ്പനിയാണ്, ഇത് ഇൻകോർപ്പറേറ്റഡ് കമ്പനിയാണ് നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചോദിക്കേണ്ട ഒരു കാര്യം, വേർ ഈസ് ദ സർട്ടിഫിക്കറ്റ് ഓഫ് കമൻസ്മെന്റ്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻറ്റ്, നിങ്ങൾ മനസ്സിൽ വെക്കുക. നമ്മളെ ലൈഫിൽ ഇനി പ്രാക്ടിക്കലി ഫ്യൂച്ചറിൽ ചിലപ്പോൾ സാധ്യത ഉണ്ടായിരിക്കും. ആരെങ്കിലും നമ്മളെ കയ്യിൽ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വരുമ്പോൾ നമ്മൾ ചോദിക്കേണ്ട ഒരു ഡോക്യുമെന്റ് ആണ് എന്ത്? സർട്ടിഫിക്കറ്റ് ഓഫ് കമൻസ്മെന്റ് ഓഫ് ബിസിനസ്. അതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. പഴയ ആക്ട് പ്രകാരം ഇൻകോർപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ പ്രവർത്തിക്കാം. ഇന്ന് അങ്ങനെയല്ല. ഫോം 21ഉം ഫോമും 12 പ്രകാരമുള്ള റിക്വയർമെന്റ് കമ്പനി ഫുൾഫിൽ ചെയ്താൽ മാത്രമേ അവർക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ, പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. ഇനി നോക്കാം, ഓൺ ദ റിസിപ്റ്റ് ഓഫ് ദ ഡിക്ലറേഷൻ ഓഫ് in the form number INC 21 and verification of the registered office in the form number 22. Sorry, the 22 അല്ല 12 ആണ്. 12 the registrar of companies shall issue the certificate of commencement of business. അപ്പോൾ നമ്മൾ പറഞ്ഞ 21ലെയും 12ലെയും ഡോക്യുമെന്റേഷൻ കമ്പനിയുടെ അധികൃതർ, പ്രത്യേകിച്ച് ഡയറക്ടർ ഫുൾഫിൽ ചെയ്ത് കഴിഞ്ഞാൽ അവർ എന്ത് ഇഷ്യൂ ചെയ്യും? കമ്പനിയുടെ രജിസ്ട്രാർ സർട്ടിഫിക്കറ്റ് ഓഫ് കമൻസ്മെന്റ് ഓഫ് ബിസിനസ് ഇഷ്യൂ ചെയ്യും. ഓക്കെ, അപ്പൊ അത്രയും ഭാഗമുള്ളത്. ഇനി സർട്ടിഫിക്കറ്റ് ടു കമൻസ് ദ ബിസിനസ് ഈസ് എ കൺക്ലൂസീവ് എവിഡൻസ്. അതായത് ഈ സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷനെ പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് തന്നെയാണ് എന്ത്? സർട്ടിഫിക്കറ്റ് ഓഫ് കമൻസ്മെന്റ് ഓഫ് ബിസിനസ് എന്ന് പറയുന്നത്. ദ രജിസ്ട്രാർ ഓൺ പെർസുവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിശോധിക്കുക എന്നാണ് അർത്ഥം. On perusal, the declaration in the form number 21 shall certify that the company is entitled to commence business and to exercise the borrowing powers. അപ്പോൾ ഈ സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ കമ്പനിക്ക് എന്ത് ചെയ്യുക? ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ടു എക്സസൈസ് ദ ബോറോവിംഗ് പവേഴ്സ്, വീണ്ടും ലോൺ എടുക്കുക, ഡെപ്റ്റ് എടുക്കാം. പിന്നെ ദ സർട്ടിഫിക്കറ്റ് ഷാൾ ബി കൺക്ലൂസീവ് എവിഡൻസ് that the company is entitled to commence its business. Nothing. അപ്പോൾ അത് ടോട്ടലായിട്ട് ഇതിന് ഇത്രേ പറയുന്നുള്ളൂ. ഫോം 21ഉം ഫോം 12 പ്രകാരം നമുക്ക് ഇൻകോർപ്പറേഷൻ രജിസ്ട്രേഷൻ കിട്ടിക്കഴിഞ്ഞാലും നമ്മൾ എന്ത് ചെയ്യണം? ഈ കമൻസ്മെന്റ് ഓഫ് സർട്ടിഫിക്കറ്റ് ഓഫ് ബിസിനസ് ലഭിക്കണം. അതിന് നമ്മൾ ഫോം 21ഉം ഫോം 12 പ്രകാരമുള്ള ഒന്ന് രജിസ്ട്രേർഡ് ഓഫീസിന്റെ കാര്യം ക്ലിയർ ആക്കണം. സെക്കൻഡ് വൺ എന്ന് പറഞ്ഞത്, അതായത് ആദ്യം പറഞ്ഞ കാര്യം, നമ്മൾ എന്ത് ചെയ്യണം? യെസ്, 21ൽ ഇതിലെ സബ്സ്ക്രൈബേഴ്സ് എല്ലാം ക്യാഷ് അടച്ചിട്ടുണ്ട്. പിന്നെ പബ്ലിക്കും പ്രൈവറ്റിനുള്ള എന്താ പറയുക മിനിമം ക്യാപിറ്റൽ റിക്വയർമെന്റ് ഫുൾഫിൽ ചെയ്തു. ഇത് രണ്ട് രജിസ്റ്റർക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ they will issue the certificate of commencement. I hope you understood. If you have any doubt regarding this matter, just text me. Okay, thank you very much.